ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മുന്നോടിയായുള്ള രണ്ടാം ഡ്രൈ റണ്ണും വിജയകരം. ഇന്ത്യയിലെ കോവിഡ് മുക്തി നിരക്ക് ഉയർന്ന നിലയിലെന്ന് ആരോഗ്യ മന്ത്രാലയം. നേട്ടങ്ങളും വാഗ്ദാനങ്ങളുമായി കേരള സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കർഷക സംഘടനകളുമായുള്ള കേന്ദ്രത്തിന്റെ 8ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കും. ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ സമിതിയുടെ 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷസ്ഥാനം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മുന്നോടിയായുള്ള ഡ്രൈ റൺ വിജയകരം. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് 2ാം ഘട്ട റിഹേഴ്സൽ നടന്നത്. വിശദ വിവരങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി. രാജ്യത്തെ 736 ജില്ലകളിലാണ് ഡ്രൈ റൺ നടപടികൾ സംഘടിപ്പിച്ചത്. കോവിഡ് വാക്സിൻ എത്തുമ്പോൾ വിതരണം സുഗമമാക്കുന്നതിനായാണ് വിപുലമായ രീതിയിൽ രണ്ടാമതും ഡ്രൈ റൺ നടത്തിയത്. കുത്തിവെപ്പ് ഒഴികെ വാക്സിൻ വിതരണത്തിലെ മറ്റെല്ലാ നടപടികളും ഡ്രൈ റണ്ണിൽ ഉൾപ്പെടുത്തിയിരുന്നു. ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കളക്ടർമാർ നേതൃത്വം നൽകി. 1,70,000 വാക്സിനേറ്റർമാരും 3 ലക്ഷത്തിലധികം വരുന്ന വാക്സിനേഷൻ ടീം അംഗങ്ങളും പരിപാടിയിൽ പങ്കാളിയായി. ഈ മാസം 2-നാണ് രാജ്യത്ത് ആദ്യത്തെ ഡ്രൈ റൺ നടന്നത്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, സ്വകാര്യ ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയടക്കം 46 കേന്ദ്രങ്ങളിലാണ് ഡ്രൈ റൺ നടന്നത്. രാവിലെ 9 മുതൽ ഉച്ചവരെ നടക്കുന്ന ഡ്രൈ റണ്ണിൽ ഓരോ കേന്ദ്രങ്ങളിലുമായി 25 ആരോഗ്യ പ്രവർത്തകർ വീതം പങ്കെടുത്തു. കോവിഡ് വാക്സിനേഷനായി ഇതുവരെ 3,51,457 പേരാണ് സംസ്ഥാനത്ത് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് പോളിയോ വാക്സിൻ വിതരണം ഈ മാസം 17-ന് ആരംഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചു. ചെന്നൈ രാജീവ് ഗാന്ധി സർക്കാർ ജനറൽ ആശുപത്രിയിൽ കോവിഡ് വാക്സിനേഷൻ ഡ്രൈ റണ്ണിന്റെ മേൽനോട്ടത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിൽ നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്തതുപോലെ കോവിഡിനെ ഈ സർക്കാർ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ വാക്സിനേഷൻ ഈ മാസം 20 വരെ തുടരും. ഇന്ത്യയിലെ കോവിഡ് മുക്തി നിരക്ക് ലോകത്തിലെ ഏറ്റവും ഉയർന്ന തോതിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 96.39% നിലവിലെ രോഗമുക്തി നിരക്ക്. ഇതുവരെ 1,38,000-ഓളം പേരാണ് കോവിഡിൽ നിന്നും സുഖം പ്രാപിച്ചത്. 2.16% പേർ മാത്രമാണ് ഇനി ചികിത്സയിലുള്ളത്. രോഗമുക്തി നിരക്കിൽ ബ്രസീൽ, റഷ്യ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയ്ക്ക് പിന്നിൽ. അമേരിക്കയിൽ 59.59% രോഗികൾ മാത്രമാണ് മുക്തി നേടിയത്. കേരളത്തിൽ കോവിഡ് മരണം 3,234 ഇന്നലെ സ്ഥിരീകരിച്ച 25 മരണങ്ങൾ ഉൾപ്പെടെയാണ് ഇത്. 7,28,000-ലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. നിലവിൽ 64,445 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. ലോകത്ത് ഇതുവരെ 8,84,00,000-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മരണസംഖ്യ 19 ലക്ഷം കടന്നു. 6,35,00,000-ലധികം പേർ രോഗമുക്തരായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ പ്രധാനമന്ത്രി ഫെഡറൽ ചാൻസലർ ഡോക്ടർ ഏഞ്ചല മെർക്കലുമായി വീഡിയോ ടെലികോൺഫറൻസ് നടത്തി. യൂറോപ്യൻ ആഗോളതലങ്ങളിലെ സുസ്ഥിരവും ശക്തവുമായ നേതൃത്വത്തിൽ ചാൻസലർ മെർക്കൽ ദീർഘകാലമായി വഹിക്കുന്ന പങ്കിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇന്ത്യ ജർമ്മനി നയപങ്കാളിത്തത്തിന്റെ വളർച്ചയ്ക്ക് വഴികാട്ടിയായതിന് അദ്ദേഹം അവർക്ക് നന്ദി അറിയിച്ചു. കോവിഡ്, ഉഭയകക്ഷി ബന്ധം, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കേന്ദ്ര സർക്കാരും ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളുടെ നേതാക്കളും തമ്മിലുള്ള 8ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കും. കഴിഞ്ഞ തിങ്കളാഴ്ചയും ചർച്ച നടന്നിരുന്നു. കർഷക നേതാക്കൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സന്നദ്ധമാണ് എന്നതാണ് കേന്ദ്ര സർക്കാർ നിലപാട്. മണ്ഡി സംവിധാനത്തിലും കുറഞ്ഞ താങ്ങുവില നിരക്കിലും മാറ്റമുണ്ടാകില്ലെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. താങ്ങുവില ഉറപ്പാക്കിക്കൊണ്ടുള്ള സംഭരണത്തിലൂടെ നേട്ടമുണ്ടായത് രാജ്യത്തെ 68 ലക്ഷത്തോളം നെൽ കർഷകർക്ക്. 98,000-ഓളം കോടി രൂപയാണ് ഈ ഇനത്തിൽ കേന്ദ്ര സർക്കാർ കർഷകർക്ക് കൈമാറിയത്. ഇതുവരെ 521 ലക്ഷം ടൺ നെല്ല് സംഭരിച്ചു. പഞ്ചാബും കേരളവും ഉൾപ്പെടെയുള്ള 10-ലേറെ സംസ്ഥാനങ്ങളിൽ നെല്ല് സംഭരണം പുരോഗമിക്കുകയാണ്. മൊത്തം സംഭരണത്തിന്റെ പകുതിയിലേറെയും പഞ്ചാബിൽ നിന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം.
100 ദിന പരിപാടിയുടെ ഭാഗമായി 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായി LDF സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം. പ്രകടന പത്രിക നടപ്പാക്കിയ സർക്കാരാണ് ഇതെന്നും കോവിഡ് മഹാമാരിയെ ആർജവത്തോടെ നേരിട്ടെന്നും സർക്കാരിനു വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനവിശ്വാസം ആർജിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പിന്നീട് നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയ പ്രതിപക്ഷം സഭാ കവാടത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വിശദാംശങ്ങളിലേക്ക്. ക്ഷേമ പെൻഷനുകൾ 600 രൂപയിൽ നിന്ന് 1500 രൂപയാക്കി സർക്കാർ ഉയർത്തിയതായും ഗവർണർ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചു പോകുന്നതിൽ സർക്കാർ വിജയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെന്നും സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ച് കേരള ബാങ്കിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതായും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു. കാർഷിക നിയമം താങ്ങുവില സമ്പ്രദായത്തെ ബാധിക്കുകയും പൂഴ്ത്തിവെപ്പിന് കളമൊരുക്കുകയും ചെയ്യും. കാർഷിക സ്വയം പര്യാപ്തതയ്ക്ക് കേരളം ശ്രമിക്കുമെന്നും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന വികസനം അട്ടിമറിക്കുന്ന സമീപനം സ്വീകരിച്ചു. രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്നും നയപ്രഖ്യാപനം ആവശ്യപ്പെടുന്നു. 14ാം കേരള നിയമസഭയുടെ 22ാമത്തെയും അവസാനത്തെയും സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഈ മാസം 15-നാണ് ധനമന്ത്രി തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സംസ്ഥാനത്ത് 25,000 പേർക്ക് കൂടി പട്ടയം നൽകുമെന്നും ലൈഫ് പദ്ധതി 2ാം ഘട്ടം നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗം വ്യക്തമാക്കുന്നു. ടൂറിസം മേഖലയിലെ ജീവനക്കാർക്കായി സഹകരണ ബാങ്കുകളുടെ സഹായത്തോടെ വായ്പാ പദ്ധതി നടപ്പിലാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തും. വ്യവസായ വകുപ്പ് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ തുടരും. ശബരിമലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. കെ ഫോൺ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സർക്കാരിന്റേത് പൊള്ളയായ നയപ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാരിന്റെ അഴിമതിക്കും കൊള്ളയ്ക്കുമെതിരെയാണ് പ്രതിപക്ഷമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണത്തെ സ്പീക്കർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയുടെ 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷസ്ഥാനം ഇന്ത്യയ്ക്ക്. 2022 തീവ്രവാദ വിരുദ്ധ സമിതി, താലിബാൻ ഉപരോധ സമിതി, ലിബിയ ഉപരോധ സമിതി എന്നിവയുടെ ചുമതലയാണ് ഇന്ത്യ വഹിക്കുകയെന്ന് സുരക്ഷാ സമിതിയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി TS തിരുമൂർത്തി അറിയിച്ചു. തീവ്രവാദ സമിതിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരതയ്ക്കെതിരായി മുന്നിൽ നിന്ന് പോരാടുന്നതിന് പുറമെ അതിർത്തി കടന്നുള്ള ഭീകര പ്രശ്നങ്ങൾ നേരിടുന്നതിന് ഇന്ത്യയ്ക്ക് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോട്ടയം ജില്ലയിൽ സന്ദർശനം നടത്തും. ആരോഗ്യവകുപ്പിന്റെ കോവിഡ് പ്രതിരോധ നടപടികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മന്ത്രി KK ശൈലജയുമായും ചർച്ച നടത്തും. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി മിൻഹാജ് ആലം, ന്യൂഡൽഹിയിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ഡയറക്ടർ ഡോക്ടർ SK സിംഗ് എന്നിവർ നാളെ ആലപ്പുഴ ജില്ലയിലും സന്ദർശനം നടത്തും. രാജസ്ഥാനിൽ 6 ജില്ലകളിലായി 300-ലധികം പക്ഷികളുടെ മരണം ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ഇതുവരെ 1000-ലധികം പക്ഷികൾ ചത്തു. ഒഡീഷയിലെ പക്ഷികൾക്കിടയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് കർഷകർ, കോഴി സംരംഭകർ, വ്യാപാരികൾ എന്നിവരുൾപ്പെടെ പൊതുജനങ്ങളോട് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ജോ ബൈഡന് കൈമാറാൻ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്നദ്ധനായി. ഈ മാസം 20-ന് അധികാര കൈമാറ്റം നടത്താമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അമേരിക്കയുടെ അധികാര കേന്ദ്രമായ വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ സെന്ററിൽ ട്രംപ് അനുകൂലികൾ അതിക്രമിച്ച് കയറിയതിന് പിന്നാലെയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. സംഭവത്തിൽ ട്രംപിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആയുഷ് ഉൽപ്പന്നങ്ങളുടെ ആവശ്യം 3 ഇരട്ടിയായി വർദ്ധിച്ചതായി ആയുഷ് മന്ത്രി ശ്രീപദ് യശോ നായിക് അറിയിച്ചു. ഇന്ത്യയുടെ ആയുർവേദ മരുന്നുകൾ 100ഓളം രാജ്യങ്ങളിൽ രോഗപ്രതിരോധ മരുന്നുകളായി ഉപയോഗിച്ചു വരുന്നു. ഇത് ലോകമെമ്പാടും സാവധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി മധ്യപ്രദേശിലെ ഝാൻസിയിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മുന്നോടിയായുള്ള 2ാം ഡ്രൈ റണ്ണും വിജയകരം. ഇന്ത്യയിലെ കോവിഡ് മുക്തി നിരക്ക് ഉയർന്ന നിലയിലെന്ന് ആരോഗ്യ മന്ത്രാലയം. നേട്ടങ്ങളും വാഗ്ദാനങ്ങളുമായി കേരള സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കർഷക സംഘടനകളുമായുള്ള കേന്ദ്രത്തിന്റെ 8ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കും. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷസ്ഥാനം ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.